എസ്രായുടെ പുസ്തകം ആമേൻ 8-ാമത്തെ അധ്യായം അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ. എസ്രായുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങൾ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിനരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഈ വചനങ്ങൾക്കായി കരങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അവൻ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ശുഭയാത്ര. സ്തോത്രം ചെയ്യാമോ? ഒരു ശുഭയാത്ര, എ സേഫ് ജേണി. എത്ര വിശ്വസിക്കുന്നു? ഞാൻ ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞ് ഈ ഭാഗത്തിലേക്ക് വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നോക്കണമേ, അവിടെ ഒരു യാത്രയാ കാണുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? പ്രവാചകനോട് പറയും ഒരു യാത്ര. നീ എഴുന്നേൽക്കണം. എവിടെ ചെല്ലണം? യിരെമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തവും ഹൃദ്യവും വ്യക്തവുമായി ഇടപെടുക. നീ ഒരു സ്റ്റെപ്പ് വെക്കണം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുകയാ. ആമേൻ, സ്തോത്രം. ഞാനും നിങ്ങളും ഒരു സ്റ്റെപ്പ് വെക്കണം. ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ആമേൻ, ഒരു സുഗമമായ ആമേൻ നടത്തിപ്പിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ദൈവം പറയുന്ന ശബ്ദം കേട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, വചനം കേട്ട് ഒരു ചുവട് വെക്കാൻ തയ്യാറായാൽ, നിശ്ചയമായിട്ടും നിന്റെ യാത്ര ഒരു ശുഭയാത്രയായി തീരും. ഹല്ലേലൂയ. അവൻ യിരെമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. അവൻ നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലണം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവവചനം ശ്രവിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പരിശുദ്ധാത്മ പറയുക, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന്, ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽക്ക. വിശ്വാസത്തോടെ എഴുന്നേൽക്ക, ആത്മശക്തിയോടെ എഴുന്നേൽക്ക, ആത്മധൈര്യത്തോടെ എഴുന്നേൽക്ക. അവൻ മുൻപിൽ ഒന്നും കാണണമെന്നില്ല, അവൻ മുൻപിൽ ഒരു വഴി തുറക്കണമെന്നില്ല, അവൻ മുൻപിൽ ഒരു മേഖലയും ഓപ്പൺ ആകണമെന്നില്ല. പക്ഷേ ഈ 2024 ദൈവം ഒരു ശുഭയാത്ര കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പോടെ എഴുന്നേൽക്ക തയ്യാറായാൽ അവൻ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. അവൻ എഴുന്നേറ്റു. അടുത്ത വാക്യം നിങ്ങൾ വായിക്കാമോ? കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവൻ എവിടെ ചെന്നു? അപ്പൊ യാത്ര തുടങ്ങി. എവിടെ എത്തി? കുശവന്റെ വീട്ടിലെത്തി. അവൻ ചക്രത്തിന്മേൽ. അപ്പൊ കുശവന്റെ പണി എന്താ? കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് കുശവന്റെ വീട്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ചെറിയ മൺകപ്പുകളുണ്ട്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ചെയ്യുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയാണ്, ഭയങ്കര രസമാണ്. അവിടെ എഴുതി ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്ത്? കുശവൻ ചക്രത്തിൻ്റെ മേൽ. വായിച്ചട്ടെ. ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ഒന്ന് നിൽക്കണമേ. ഒന്ന്, പ്രവാചകൻ കുശവന്റെ വീട്ടിലേക്കൊരു യാത്ര നടത്തി അല്ലേ? ആ യാത്ര അവിടെ കൊണ്ട് തീരുകയല്ല. രണ്ടാമത് രൂപാന്തരത്തിന്റെ മറ്റൊരു യാത്ര നിങ്ങൾക്ക് കാണാം. ആ യാത്ര മറ്റൊന്നിൻ്റെയും അല്ല, കളിമണ്ണിന്റെ യാത്ര. സ്തോത്രം ചെയ്യാമോ? എവിടെ ഈ കളിമണ്ണ് യാത്ര ചെയ്യുന്നേ? ഒന്ന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ മെസ്സേജ് ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കളിമണ്ണ് ചക്രത്തിന്റെ മേൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക.
കളിമണ്ണിനൊരു യാത്ര. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ഇതിന്റെ അകത്ത് മൺകൂടാരത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകരപ്പെടുമ്പോൾ ഈ 2024 ദൈവവേദലെ നിനക്ക് യാത്ര ചെയ്യാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലെന്ന് നിനക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ. അവൻ നിനക്കൊരു കഴിവുമില്ലെന്ന് തോന്നിയേക്കാം. അവൻ എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യേകത ഇല്ലെന്ന് തോന്നിയേക്കാം. അല്ല, ഈ കളിമൺ, അവൻ ഈ മൺകൂടാരം ആ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തുന്ന, അതിനെ ഒരുക്കിയെടുക്കുന്ന ഒരു യാത്ര എനിക്കും നിനക്കും ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ കൽപ്പിക്കുക, ആത്മാവിൽ ഞാൻ പ്രവചിക്കുക. അപ്പോൾ കളിമണ്ണാണ് നാം. ഹല്ലേലൂയ. ഇതിനെ മെനയുന്ന ഒരു ദൈവമുണ്ട്. അവൻ കുശവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ ചക്രത്തിന്റെ മേലൊരു കളിമണ്ണിങ്ങനെ യാത്ര ചെയ്യുക. ആ ചക്രത്തിൽ നിന്ന് ആ കളിമണ്ണിനെ എടുത്തു കയ്യിൽ വെച്ചു. പക്ഷെ ഇതെന്തു പറ്റി? ചീത്തയായിപ്പോയി. യാത്രയിൽ ഒരു പരാജയം സംഭവിച്ചു അല്ലേ? പക്ഷേ യാത്ര അവിടെ അവസാനിച്ചില്ല. സ്വാഗതം ചെയ്യാമോ? കളിമണ്ണിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. അവൻ ആ പാത്രത്തിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. അടുത്ത പദം ഒന്ന് വായിച്ചട്ടെ അങ്കിള്. ഒന്ന് സ്വാഗതം ചെയ്യാമോ? അവിടെ ഒരു മൂന്നാമത്തെ ജേണി നടക്കുകയാ. അവിടെ മൂന്നാമത്തെ ഒരു യാത്ര നടക്കുകയാ. അവൻ പ്രവാചകൻ കുശവന്റെ വീട്ടിലേക്ക് ചെന്നത് ഒന്നാമത്തെ യാത്ര. രണ്ടാമത്തെ യാത്ര കാണുകയാ. ഒരു അവൻ കളിമണ്ണ് ചക്രത്തിന്റെ മേലിലൂടെ, ചക്രത്തിലൂടെ കറങ്ങുന്നു. മൂന്നാമതൊരു യാത്ര നടക്കുകയാ. ഈ പുറത്തു വന്ന പാത്രം തകർന്നു പോയപ്പോൾ അതിനെ ഉപേക്ഷിച്ച് പോയ അവൻ ഒരു ദൈവമല്ല, അതിനെ ഉപേക്ഷിച്ച് പോയ ഒരു കുശവനല്ല. ആ നല്ല കുശവൻ തന്റെ കയ്യിലെടുത്തിട്ട് ചക്രത്തെ മാറ്റിവെച്ചു, ഉപകരണങ്ങളെ മാറ്റിവെച്ചു. കൈക്കകത്തൊരു പ്രോസസ് നടക്കുക, അതിനെ രൂപപ്പെടുത്തി. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, 2024 എന്നെയും നിങ്ങളെ മാനപാത്രമാക്കുവാൻ, ഹല്ലേലൂയ, പ്രയോജനമുള്ള പാത്രമാക്കുവാൻ, ആമേൻ, ദൈവത്തിന് ഉപകാരമുള്ള പാത്രമാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? രഗന ശബരി അധരഗതല. പലപ്പോഴും ഞാനും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളുടെ യാത്രകൾ പരാജയപ്പെട്ടു, ഞങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും എവിടൊക്കെയോ തകർന്നു പോയി. ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ യാത്ര അവസാനിക്കത്തില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഒരു ശുഭയാത്രയാ, ഒരു ശുഭയാത്രയാ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഞാൻ എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്നെ ശക്തമായിട്ട് ഇവിടെയുള്ള ആരോടൊക്കെയോ ദൂത് പറയുകയാ. എവിടൊക്കെയോ ഉടഞ്ഞു തകർന്ന് ഇനി ഒരു സ്റ്റെപ്പില്ല, ഇത് ചീത്തയായിപ്പോയി, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, അല്ല അല്ല, നിന്നെ മനോഹരമാക്കാൻ പോകുകയാ, നിന്നെ രൂപപ്പെടുത്താൻ പോകുകയാ, നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ, നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുകയാ. പൗലോസിനെ കുറിച്ച് വചനം പറയുന്നത്, ഞാൻ അവനെ ജാതികളുടെ മുൻപിൽ മാനപാത്രമായി, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുക. ഒരു വശത്ത് അവൻ ദൈവസഭയെ ഉപദ്രവിച്ച് കൊന്നും മുടിച്ചും മരണം കൊല നിശ്വസിച്ച് നടന്ന ശൗല് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചം അവനെ തട്ടിയപ്പോൾ ഒരു രൂപാന്തരം അകത്തു വീണു. അവൻ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് എന്ത് എന്ന ചോദ്യം അവന്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ ദൈവനെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവവേദലേ, എനിക്കും നിങ്ങൾക്കും ഒരു ശുഭയാത്ര ഒരുക്കണമെങ്കിൽ ഒരു രൂപാന്തരം ആവശ്യമാണ്. ഇവിടെ എസ്രായുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. നോക്കണമേ, അവിടെ ഒരു പദം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ആർക്കൊക്കെ ശുഭയാത്ര? ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല. എത്ര പേരത് വിശ്വസിക്കുന്നു? ഒന്നും ഒഴിവായിട്ടില്ല. എല്ലാറ്റിനും ഒരു ശുഭയാത്ര. ഹല്ലേലൂയ. ഈ എസ്രായുടെ പുസ്തകത്തിൽ എസ്രായുടെ പുസ്തകം, എസ്ര നെഹമ്യാവ്, ഈ രണ്ട് പുസ്തകങ്ങൾ പഴയ നിയമ
എബ്രായ പതിപ്പിൽ അല്ലെങ്കിൽ എബ്രായ പുസ്തകത്തിൽ ഒറ്റ പുസ്തകമായിരുന്നു. എന്നാൽ സെപ്റ്റ്യൂജന്റ് ഗ്രീക്കിലേക്ക് എഴുതിയ ആ ഭാഷാന്തരത്തിൽ അവൻ ചുരുളുകളുടെ വലിപ്പം നിമിത്തം ഇതിനെ 2 പുസ്തകങ്ങളാക്കി. ഈ 2 പുസ്തകങ്ങളുടെയും പ്രത്യേകത ഇസ്രായേലിൻ്റെ പ്രവാസകാലത്തിന് ശേഷം, ബാബിലോണിയ പ്രവാസകാലത്തിന് ശേഷമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളാണ് എസ്രായുടെ നെഹമ്യാവിൻ്റെ പുസ്തകങ്ങൾ. അവൻ എസ്രായുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജനം ആലയം പുനർനിർമ്മിച്ചതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആ ആലയത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. പോട്ടെ, ഞാൻ പശ്ചാത്തലം അതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആമൻ. ഈ എസ്രായുടെ പുസ്തകത്തിൽ 2 യാത്രകൾ കാണാം. ആമൻ. അതായത് ഇസ്രായേൽ ജനം പാപം ചെയ്ത് ആമൻ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവം അവരെ പ്രവാസത്തിലാക്കി. ബാബിലോണിൽ 70 സംവത്സരം അവർ പ്രവാസത്തിലായിരിക്കാനിടയായി. അവിടെ നിന്ന് അവരെ മടക്കി വരുത്തുമെന്ന് പ്രവാചകന യെരമ്യാവിൻ്റെ പ്രവചനമുണ്ടായിരുന്നു. ആമൻ സ്തോത്രം. 70 വർഷം പൂർത്തിയാകുമ്പോൾ അവർ തിരിച്ചു മടങ്ങി ആമൻ ഇസ്രായേലിലേക്ക് യെരൂശലേമിലേക്ക് വരുമെന്നുള്ള ഭാഗം നാം വായിക്കുന്നുണ്ട്. ആമൻ. അങ്ങനെ 2 കൂട്ടമായിട്ട് തിരിച്ച് യെരൂശലേമിലേക്ക് വരുന്നവരെ ചരിത്രം പറയുന്ന പുസ്തകമാണ് എസ്രായുടെ പുസ്തകം. ആദ്യം ആമൻ സ്തോത്രം ഒരു കൂട്ടർ വരുന്നുണ്ട്. അവർ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കാം. ആമൻ സ്തോത്രം. എസ്രായുടെ പുസ്തകം 2-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കണ്ടോ, സെരൂബാബേലിനോട് കൂടെ വന്നവർ, അതാണ് 1-ാമത്തെ ഭാഗം. ഇനി 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിനുശേഷം പാർസി രാജാവായ അർത്തഹിഷ്ഠ രാജാവിന്റെ വാഴ്ചകാലത്ത് എസ്രാ ബാബേലിൽ നിന്ന് വന്നു. അവൻ എസ്രാ ബാബേലിൽ നിന്ന് കണ്ടോ, ഇവർ 2 കൂട്ടർ തിരിച്ച് യെരൂശലേമിലേക്ക് വന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്രം. ആമൻ സ്തോത്രം. ഇനി ഇവർ വരാനുണ്ടായ കാരണം ഇവർ പ്രവാസത്തിലായിരുന്നല്ലോ. ഇവർ മടങ്ങി സ്വന്തം നാട്ടിൽ, വാഗ്ദത്ത നാട്ടിൽ എത്താനുള്ള കാരണം. ഇന്ന് പകൽ അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദൈവപൈതലേ, ആമൻ സ്തോത്രം, നിന്റെയും എൻ്റെയും നിങ്ങളുടെയും വാഗ്ദത്തത്തിലേക്കുള്ള ദൂരം എത്രയുണ്ടെന്ന് ഞാനും നിങ്ങളും അറിയുന്നില്ലെങ്കിലും ഒരു കാര്യം വളരെ ഉറപ്പാ. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ആ വാഗ്ദത്ത നാട്ടിലേക്ക്, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക്, ദൈവം കൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ദൈവിക വാക്കാണെങ്കിൽ അതിനെ തടയാൻ ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരാലോചനയ്ക്കും, ഒരു ദുരാലോചനയ്ക്കും കഴിയുകയില്ലെന്ന് ഇന്ന് ആത്മാവിൽ ജനത്തെ അവൻ ആ വചനത്തെ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവൻ ഇസ്രായേൽ ജനത്തെ അവൻ വിടുകയില്ലെന്ന് വാദിച്ചു നിന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ തക്ക സമയമായപ്പോൾ ദൈവം പറഞ്ഞ പ്രവചന ദൂതിന്റെ നിവർത്തിയായി 70 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ 2 കൂട്ടമായി മടങ്ങി ഇസ്രായേലിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക്, യെരൂശലേമിലേക്ക് അവർ മടങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, എന്നോടും നിങ്ങളോടുമുള്ള വാഗ്ദത്തത്തെ തടയാൻ അവൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ ശുഭയാത്ര നടക്കുന്നത് അറിയാമോ? നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്, ദൈവത്തിൻ്റെ കൈ അനുകൂലമാകുമ്പോൾ. ഈ എസ്രായുടെ പുസ്തകം നാം പഠിച്ചാൽ ആ വാക്ക് ഒരുപാടെടുത്ത് കാണാം. ദൈവത്തിൻ്റെ, ഇന്ന് പകലിൽ ഇവിടെ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയുള്ള ദൈവിക വിടുതൽ എപ്പോഴാണ് വെളിപ്പെടുന്നതെന്നറിയാമോ? അവൻ്റെ കരം, ഹല്ലേലൂയ, അവൻ അനുകൂലമാകുമ്പോൾ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും. ആമൻ. ഹല്ലേലൂയ. അവൻ ഇവർക്ക് വേണ്ടി അനുകൂലമായത് എപ്പോഴാണെന്ന് അറിയാം? 1-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. നോക്കണമേ, പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ഒന്ന് സ്തോത്രം ചെയ്യാമോ?
ഹല്ലേലൂയ. അതുവരെ ബാബേൽ ഭരണാധികാരിയായിരുന്ന ആമേൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പേർഷ്യൻ രാജാവായ, പാർസി രാജാവായ, ജാതീയ രാജാവായ കോരശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തു. കോരശ് ഏറ്റെടുത്തപ്പോഴത്തേക്കും ആമൻ കോരശ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മടങ്ങിപ്പോകാം, അവിടെ പോയി ആലയം പണിയാം, കാരണം ദൈവം എന്നോട് ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കോരശിനെ കുറിച്ച് പ്രവാചകൻ പറയാ, അവൻ എൻ്റെ ഇടയൻ, അവൻ എൻ്റെ അഭിഷക്തൻ, അവൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നവനാണെന്ന് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ പറയാ, ദൈവജനമേ, എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ ദൈവം, ആമേൻ, സ്വർഗത്തിലെ ദൈവം ആരോട് കൽപ്പിക്കും, ആരോട് ഇടപെടും, ആരുടെ മനസ്സിനെ ഉണർത്തും? ഇവിടെ ഒരു ജാതീയ രാജാവിനെ ഉണർത്തിയത്. കാരണം ദൈവത്തിൻ്റെ ജനം ഇപ്പം പ്രവാസത്തിൽ. ആ രാജ്യത്തിൻ്റെ അധിപനായി ആര് മാറി? കോരശ് മാറി. കോരശിന് തോന്നി ഇവരെ തിരിച്ച് അയക്കണം. യെരുശലേമിൽ ദൈവത്തിന് ഒരു ആലയം പണിയപ്പെടണം. ആമേൻ, സ്തോത്രം. ഒന്നാമത്തെ ഭാഗം, രാജാവിൻ്റെ തീരുമാനം അവർക്ക് അനുകൂലമായി. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, ആമേൻ, നമുക്ക് വേണ്ടി ആമേൻ ദൈവം ചില തീരുമാനങ്ങളെ അനുകൂലമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് ആരാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, ഇന്ന് പകൽ ആത്മാവിൽ ദൈവവേദനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, അവൻ ഇസ്രായേലിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരുടെ കഷ്ടത ദൈവം കണ്ടു, അവരുടെ നിലവിളി ദൈവം കേട്ടു. ഹല്ലേലൂയ. ഫറവോൻ നാളുകളെ അവരെ പീഡിപ്പിക്കുന്നു, നാളുകളെ അവരെ വേദനിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തക്ക സമയമായപ്പോൾ ആമേൻ ദൈവം ഇടപെടാൻ തുടങ്ങി. ആമേൻ ദൈവത്തിന്റെ ദാസനെ അയക്കാൻ തുടങ്ങി. കുറെ കാലത്തേക്ക് അവൻ ഫറവോൻ ഹൃദയം കഠിനമാക്കിയെങ്കിലും അവൻ എന്നും അവരെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, എന്നും അവരെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അവൻ ചില മണ്ഡലങ്ങൾ അവൻ നമ്മുടെ വിടുതലിനെ തടസ്സപ്പെടുത്തി, അവൻ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയ്ക്കെതിരെ ഒക്കെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അവൻ ആരാധിക്കുന്ന ദൈവവേദനെ, അവൻ നിന്നെ എല്ലാ കാലത്തും നിന്റെ വാഗ്ദത്തം തടയാൻ കഴിയത്തില്ല, മറുപടിയെ തടയാൻ കഴിയത്തില്ല, വിടുതലിനെ തടയാൻ കഴിയത്തില്ല. ദൈവം മാറ്റം വരുത്തും. കോരശിന്റെ മനസ്സിനെ ഉണർത്തി. വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. 7:27 വായിച്ചാട്ടെ. യെരുശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിന്റെയും അവന്റെ മന്ത്രിമാരുടെയും രാജാവിന്റെ സകല പ്രഭുവീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എന്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടിവരും. രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് 7-ാമത്തെ അധ്യായം മുതൽ ആദ്യം വരുന്ന സെരൂബാബേലും അവനോട് കൂടെയുള്ളവരുമാ. ആലയം പണിയാനായിട്ട് അവർ പുറപ്പെടുകയാണ്. ആലയം പണിയാനായിട്ട് പുറപ്പെടുമ്പോൾ കോരശിൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആമൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമൻ അവന് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ, ആമൻ, സ്തോത്രം, ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യം, 1:7. ആലയം വക നോക്കണമേ, കേവലം ഒരു വിളംബരം മാത്രമല്ല കോരശ പുറപ്പെടുവിച്ചത്. ഒരു കാലത്ത് യെരുശലേമിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ദേവാലയം വക ഉപകരണങ്ങൾ, വിശുദ്ധ ഉപകരണങ്ങൾ നെബൂഖദ്നേസർ എടുത്ത് ക്ഷേത്രത്തിൽ വെച്ചു. അവിടുന്ന് എടുത്ത് മറ്റ് അധർമ്മ പ്രവർത്തികൾ ഉപയോഗിച്ചു. അത് ബാബിലോണിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ ആ പ്രവാസം അവസാനിച്ചപ്പോൾ ജനത്തെ വിടുന്നതിനോടൊപ്പം ആലയം വക പാത്രങ്ങളും തിരിച്ചയക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകലിൽ അവിടെ നിന്നൊരു കാര്യം പറയാം, ദൈവപൈതലേ, ദൈവം നമ്മെ ചിലതിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുമ്പോൾ, ദൈവം നമ്മെ പുറത്തെത്തിക്കുമ്പോൾ, ദൈവം നമ്മെ അടുത്ത യാത്രക്കൊരുക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള സകലതും കരുതാൻ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിന്റെ ആലയം പണിക്ക് വേണ്ടിയുള്ള സകലതും കരുതാൻ അവൻ വിശ്വസ്തനായ ഒരു ദൈവമാ. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് നാം 7-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. ആലയത്തെ അലങ്കരിക്കാൻ വേണ്ടി രാജാവിനോട് മാത്രമല്ല, അവന്റെ പ്രഭുക്കന്മാരോടും പ്രഭുവീരന്മാരോടും തലവന്മാരോടും അവന്റെ കൂടെയുള്ള സർവ്വ സന്നാഹങ്ങളോടും ഇടപെട്ട
ഒരു ദൈവം. എസ്രാ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കൈ അനുകൂലമായി. ഒന്നാമത്തെ ഭാഗം അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അവൻ ഒന്നാമത്തെ ഭാഗം ഇതാണ്: ആലയം പണിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈ അനുകൂലമായി. ഇന്ന് പകൽ ആത്മാവിൽ അവൻ ആ ഒരു ദൂത് ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുക. അവൻ 2024 അവൻ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. അവൻ മുൻപിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അവൻ ആലയ പണിക്ക് വേണ്ടി അവൻ ദൈവ ചിലരോട് ഇടപെടും, ദൈവ ചില വ്യക്തികളോട് ഇടപെടും, ദൈവ ചില അധികാരികളോട് ഇടപെടും, ദേശത്തിലെ ശ്രേഷ്ഠരോട് ഇടപെടും. അവൻ അതിനുവേണ്ടി ചില നന്മകൾ അത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പുറത്തു വരും. ആത്മാവിൽ ഞാനത് വിശ്വസിക്കുക. രണ്ടാമത്തെ കൂട്ടരാണ് എസ്രായുടെ നേതൃത്വത്തിൽ വരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ വരുന്നത്. രണ്ടാമത്തെ കൂട്ടരാണ് അവൻ വരുന്നത് എസ്രായാണ്. അവരെന്തിനാ വരുന്നതെന്നറിയാം. അവർ വരുമ്പോഴത്തേക്ക് ഒരു 70 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ വരുന്നത്. അപ്പോഴേക്കും ഇവരുടെ ആത്മീയ നിലവാരം ഒത്തിരി താഴെ പോയി. ആലയമൊക്കെ പണിതു, ആത്മീയ നിലവാരം താഴെ പോയി. ആത്മീയ നിലവാരം ഉയർത്താനായി എസ്രായുടെ നേതൃത്വത്തിൽ ആൾക്കാർ. എസ്രയെ സംബന്ധിച്ച് പറയുന്നു, അവൻ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവൻ സ്തോത്രം, അവൻ പ്രഗത്ഭനായ പ്രസംഗകനായിരുന്നു, നല്ല വാഗ്മിയായിരുന്നു. ഹല്ലേലൂയ, അവൻ സ്തോത്രം. എസ്ര വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവൻ ആത്മീയ നിലവാരം ഉണരണം. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിൽ അവൻ, നമ്മുടെ ജീവിത മാർഗങ്ങളിൽ അവൻ ഒരു ശുഭയാത്ര ഒരുക്കുന്നതോടൊപ്പം അവൻ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ആത്മീയ മേഖലയിലും അവൻ ദൈവം നല്ല ഒരു യാത്ര ഒരുക്കും. ആമേൻ, സ്തോത്രം. അതിനു വേണ്ടി വരുമ്പോൾ ആമേൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നാം കുറിവാക്യമായി വായിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും. ഹല്ലേലൂയ. ഒന്ന്, ഒരാത്മീയ ശുഭയാത്ര വേണമെങ്കിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുന്നതാകയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. എസ്ര ആദ്യം ചെയ്ത കാര്യം, ജനത്തെയെല്ലാം അഹവ ആറ്റിൻ്റെ അരിക്കൽ കൂട്ടിവരുത്തി അവരെ എല്ലാം പരിശോധിപ്പാൻ തുടങ്ങി, വചനപ്രകാരം പരിശോധിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ നോക്കി, ലേവ്യരില്ല, പുരോഹിതന്മാരില്ല, അവൻ ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങളില്ല. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ദൈവം എപ്പോഴാ ഒരു ശുഭയാത്ര തരുന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോഴാ. സ്തോത്രം ചെയ്യാമോ? ആത്മീയ ജീവിതം ക്രമീകരിക്കപ്പെടാതെ ഒരു ശുഭയാത്ര ദൈവം തരത്തില്ല. അവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ താഴ്ത്തണം. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. 2, അവൻ അവിടെ വെച്ചൊരു ഉപവാസം പ്രസ്തുതപ്പെടുത്തി. 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലം, അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും. ഇപ്പൊ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവൻ അനുകൂലമാണ്. റോമാലേഖനം ആമൻ 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് ചില വാക്കുകൾ വായിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ചു നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. നോക്കണമേ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം 6. സ്തോത്രം. എസ്രാ പറയുകയാ, ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവരുടെ യാത്രയെ ശത്രു തൊട്ടില്ല. വഴിയിൽ ഒരപകടവും ഉണ്ടായില്ല, ഒരനർത്ഥവും ഉണ്ടായില്ല. എന്താ കാരണം? അവർ തങ്ങളെ തന്നെ താഴ്ത്തി, അവർ തങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചു, അവർ ദൈവത്തിൽ ഉപവസിപ്പാനിടയായി. ഇവിടെ റോമാലേഖനത്തിൽ വായിക്കുക, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി 6. അടുത്ത വാക്യോടെ വായിച്ചാട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നോക്കണമേ, ഈ പാപത്തിന്റെ ശമ്പളം നമ്മെ കീഴ്പ്പെടുത്തി ഇല്ലാതാക്കാൻ വരേണ്ടുന്ന സാഹചര്യത്തെ ഒഴിവാക്കി സ്വന്തം പുത്രനെ നമുക്ക് നൽകി, മറുവിലയായി നൽകി, നമ്മെ വീണ്ടെടുത്തവൻ. വചനത്തിലൂടെ പറയുക, ആ സ്വന്തം പുത്രനെ നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കും. അപ്പോൾ സകലതും ലഭിക്കണമെങ്കിൽ ഒറ്റ കീയേ ഉള്ളൂ, ദൈവം അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. അവനെ അന്വേഷിക്കുന്ന ഏവർക്കും
അവൻ അനുകൂലമാ, അവൻ ഉപേക്ഷിക്കുന്ന ഏവർക്കും അവൻ പ്രതികൂലം. ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയത്ത് വേർതിരിക്കാം. ഹല്ലേലൂയ.